നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ശരീരത്തിലുള്ള ഓവറായിട്ടുള്ള കലോറി, ഫാറ്റ് ഇത് ബേണായി പോകാനും ഈ യോഗാസനങ്ങൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡയറ്റ്. മലയാളികൾ ഒരു ദിവസം 4-5 നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണമാണ് ശരീരഭാരം കൂടാനും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, പ്രമേഹം, ഡയബറ്റിക്സ് ഇതുപോലുള്ള രോഗങ്ങളും വരാൻ ഏറ്റവും കാരണം നമ്മുടെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണമാണ്. കൂടാതെ നിങ്ങൾ ദിവസവും ഒരു 10 മിനിറ്റ് വ്യായാമങ്ങൾ കൂടി ചെയ്യുക. ഒരു 10 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം വളരെ എനർജി കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വ്യായാമങ്ങൾ ചെയ്യുക. നമ്മളിനി ചെയ്യാൻ പോകുന്ന വ്യായാമങ്ങൾ, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഇത് കണ്ട് ഇതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ടോട്ടലായിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഫാറ്റ് കുറയുന്നതോടൊപ്പം നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് ഈ വ്യായാമങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ ചെയ്യുന്നത് വ്യാക്രാസനമാണ്, കാറ്റ് ആൻഡ് കൗ പോസിന്റെ ഒരു വേരിയേഷൻ. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം, അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ആദ്യം നിങ്ങൾ ഇതുപോലെ നിൽക്കുക, ടേബിൾ ടോപ്പ് പൊസിഷൻ. മുട്ടുകാൽ അടുപ്പിച്ച് വെക്കുക, കൈപ്പത്തി നിങ്ങളുടെ ഷോൾഡറിന്റെ സെയിം ഡിസ്റ്റൻസ്. ഇനി നിങ്ങൾ ശ്വാസം എടുത്തുകൊണ്ട് വലതുകാലം ശരിക്കും അപ്പ് ചെയ്യുക, അതുപോലെ ഇടത് കൈയും, വലതുകാലും ഇടത് കൈയും. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകൈ വലത് മുട്ടുകാലും മുട്ടിക്കാൻ ശ്രമിക്കുക, ഇതുപോലെ. അതിനുശേഷം അപ്പ് ചെയ്യുക, ശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുക. ഇനി ഇടതുകാലം അപ്പ് ചെയ്യുക, വലതുകൈ ഓപ്പോസിറ്റ് കൈയും കാലും. അതുപോലെ ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകാലിൽ ഇതുപോലെ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക, അതിനുശേഷം റിലാക്സ് ആവുക. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നാം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. നമുക്കൊരു 4 റൗണ്ട് റൈറ്റ് സൈഡും 4 റൗണ്ട് ലെഫ്റ്റ് സൈഡും ചെയ്യാം. നിങ്ങൾക്ക് ടയേർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം ടേബിൾ ടോപ്പ്, ഇതുപോലെ കൈകൾ ഷോൾഡറിന്റെ സെയിം ഡിസ്റ്റൻസ്. ഇനി ഇൻഹേൽ ചെയ്ത് വലതുകാലം ഉയർത്തുക, ഇടത് കൈ. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് മുട്ടുകൈ വലത് മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ അപ്പ്, കൈയും കാലും അപ്പ് ചെയ്യുക. എക്സേൽ വലത് മുട്ടുകാൽ ഇടത് മുട്ടുകൈ. ഇൻഹേൽ അപ്പ്, 2 റൗണ്ടായി. എക്സേൽ ഇടത് മുട്ടുകൈ വലത് മുട്ടുകാലിൽ മുട്ടിക്കുക. ഇൻഹേൽ അപ്പ്, ഇപ്പൊ 3 റൗണ്ടായി. എക്സേൽ ഇടത് മുട്ടുകൈ വലത് മുട്ടുകാലിൽ. 4ാമത്തെ റൗണ്ട്. ഇൻഹേൽ അപ്പ്, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇനി കൈയും കാലും നിലത്ത് വെച്ച് റിലാക്സ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ്, ഇടതുകാല് മാക്സിമം അപ്പ് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ വലതു കൈയും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നട്ടല് ശരിക്കും സ്ട്രെച്ച് ആവണം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ആവുന്നത്ര തല കുനിക്കുക. ശ്വാസം എടുക്കുക, അപ്പ് ചെയ്യുക. 1 റൗണ്ട്. ശ്വാസം വിടുക, എക്സേൽ വലത് മുട്ടുകൈ ഇടത് മുട്ടുകാലിൽ. ഇൻഹേൽ അപ്പ് ചെയ്യുക, ആവുന്നത്ര നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇനി എക്സേൽ ശ്വാസം വിട്ടുകൊണ്ട് വലത് മുട്ടുകൈ ഇടത് മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുക്കുക, ഇൻഹേൽ അപ്പ്. 4ാമത്തെ റൗണ്ട്. എക്സേൽ വലത് മുട്ടുകൈ ഇടത് മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ അപ്പ്. ഇപ്പോൾ 4ാമത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 4 തവണ കൂടി 1 റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോർ മസിൽസിനെ ടൈറ്റ് ആക്കുവാനും വയറ് കുറയ്ക്കുവാനുമുള്ള ഒരു പൊസിഷനാണ് നവാസനം. അതിനായിട്ട് നിങ്ങൾക്ക് 2 മുട്ടുകൈയും ഇതുപോലെ മാറ്റിൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കാം. എന്നിട്ട് കൈകൾ സ്ട്രെച്ച് ചെയ്യുക, കാൽ രണ്ടും അപ്പ് ചെയ്യുക, ഇതുപോലെ. ഇനി ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും നെഞ്ചിനോട് അടുപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് അടുപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തുക. ഇത് ബാലൻസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല ഈ ഒരു പൊസിഷൻ.
അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുട്ടുകൈ ഇതുപോലെ വെച്ച് ഇതുപോലെ ചെയ്യാം, ഇതുപോലെ കംഫർട്ടബിൾ ആയ രീതിയിൽ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാല് നിങ്ങൾ മടക്കി ചെസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. നമുക്കൊരു 10 റൗണ്ട് ചെയ്യാം. അപ്പോൾ 10 റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 5-10 റൗണ്ട് കൂടി ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ആദ്യം കൈകൾ ഇതുപോലെ വയ്ക്കുക, 2 കൈകളും ഉയർത്തുക, കാലുകളും ഉയർത്തുക. ഇനി എക്സേൽ കാല് മടക്കി ചെസ്റ്റിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ ചെസ്റ്റിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ സ്ട്രെച്ച് ചെയ്യുക. 2 റൗണ്ട്. എക്സേൽ കാല് മടക്കുക. ഇൻഹേൽ സ്ട്രെച്ച് ചെയ്യുക. 3 റൗണ്ട്. എക്സേൽ മടക്കുക. ഇൻഹേൽ സ്ട്രെച്ച്. 4 റൗണ്ടായി. എക്സേൽ ബെൻഡ്. ഇൻഹേൽ സ്ട്രെച്ച്. 5 റൗണ്ട്. ടയർഡാണെങ്കിൽ കൈ നിലത്ത് വെക്കാം. എക്സേൽ ബെൻഡ്. ഇൻഹേൽ സ്ട്രെച്ച്. 6 റൗണ്ട്. എക്സേൽ ബെൻഡ്. ഇൻഹേൽ സ്ട്രെച്ച്. 7 റൗണ്ട്. എക്സേൽ ബെൻഡ്. ഇൻഹേൽ സ്ട്രെച്ച്. 8 റൗണ്ട്. എക്സേൽ ബെൻഡ്. ഇൻഹേൽ സ്ട്രെച്ച്. 9 റൗണ്ട്. എക്സേൽ ബെൻഡ്. ഇൻഹേൽ സ്ട്രെയിറ്റ്. 1 റൗണ്ട് കൂടി, എന്നിട്ട് അവസാനിപ്പിക്കാം. എക്സേൽ ബെൻഡ്. ഇൻഹേൽ സ്ട്രെച്ച്. നിങ്ങൾ ടയർഡാണെങ്കിൽ റിലാക്സ് ചെയ്യുക, മാറ്റിൽ കിടക്കുക. ടയർഡ് അല്ലെങ്കിൽ ഒരു 5-10 റൗണ്ട് കൂടി ചെയ്യുക, എന്നിട്ട് റിലാക്സ് ആവുക. നന്നായിട്ട് ശ്വാസം എടുത്തു വിടാം. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.